ഇന്ത്യക്കാർക്ക് US വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ് ആവശ്യത്തിന് B1 വിസ കിട്ടി. സാധാരണയായി വിസ കിട്ടാൻ ഒരുപാട് കാലതാമസം ഉണ്ടാവാറുണ്ട്. പലരുടെയും അപേക്ഷകൾ നിരസിക്കാറുമുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ വേഗത്തിൽ പരിഗണിക്കുകയും വിസ അനുവദിക്കുകയും ചെയ്തു. 2025 ജൂലൈ മാസത്തിലാണ് ഇദ്ദേഹത്തിന് വിസ ലഭിച്ചത്. ഡൽഹിയിലെ US എംബസിയിൽ പലരുടെയും അപേക്ഷകൾ തള്ളുന്നത് കണ്ടിട്ടും ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ കാരണം വ്യക്തതയും ആത്മവിശ്വാസവും കമ്പനിയുടെ പിന്തുണയുമായിരുന്നു. ജൂൺ 22-ന് DS-160 ഫോം പൂരിപ്പിച്ച് അപേക്ഷിച്ചു. അതേപോലെ വിസയ്ക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻ്റ് എടുത്തു. ജൂൺ 24-ന് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോയി രേഖകൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തി. ജൂലൈ 15-ന് എംബസിയിൽ ഇൻ്റർവ്യൂവിന് പോയി. ജൂലൈ 18-ന് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഒരു മാസം തികയുന്നതിന് മുൻപേ വിസ കിട്ടിയെന്ന് സാരം. എത്രയും പെട്ടെന്ന് US-ൽ പോകേണ്ട ആവശ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. കമ്പനിയുടെ പ്രധാന മീറ്റിങ്ങുകളിലും മറ്റ് കാര്യങ്ങളിലും പങ്കെടുക്കാൻ അത്യാവശ്യമായിരുന്നു. ഇന്ത്യയിൽ വിസ കിട്ടാനുള്ള അപ്പോയിൻമെൻറ്റിന് ഏകദേശം 500 ദിവസമെങ്കിൽ കൂടുതലെങ്കിലും എടുക്കും. അതുകൊണ്ട് ഒരു വിസ ഏജൻറ്റിനെ സമീപിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏജൻറ്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിനായി US എംബസിക്ക് പുറത്തു നീണ്ട ക്യൂ ആയിരുന്നു. അവിടെ 50-ലധികം ആളുകളുടെ വിസ അപേക്ഷകൾ നിരസിച്ചു. അത് തൻ്റെ ആത്മവിശ്വാസം കുറച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസരം വന്നപ്പോൾ 1 മിനിറ്റിൽ താഴെ മാത്രമാണ് ഇൻ്റർവ്യൂ നീണ്ടു നിന്നത്. വിസ ഓഫീസർ 4 ചോദ്യങ്ങൾ ചോദിച്ചു. US സന്ദർശനത്തിൻ്റെ ഉദ്ദേശം, കമ്പനിയെക്കുറിച്ച്, ജോലിയിൽ എത്ര കാലമായി ഉണ്ട്, മുൻപ് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്നിവയായിരുന്നു ചോദ്യങ്ങൾ. അതിനുശേഷം വിസ അനുവദിച്ചു. കൂടുതൽ രേഖകളൊന്നും ചോദിച്ചില്ല. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ സത്യസന്ധമായിരിക്കുക, വ്യക്തമായി സംസാരിക്കുക. തയ്യാറാക്കിയ ഉത്തരങ്ങളെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് വ്യക്തതയാണ്. ക്യൂവിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ അപേക്ഷകൾ നിരസിക്കുന്നത് കണ്ട് വിഷമിക്കേണ്ടതില്ല. ഓരോ കേസും വ്യത്യസ്തമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന ചിന്ത വേണ്ട. നല്ല ഉദ്ദേശവും വ്യക്തമായ രേഖകളും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ US വിസ കിട്ടാൻ സാധിക്കും എന്ന് ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതേസമയം അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ പ്രശ്നം കൂടി ഉടലെടുത്തിട്ടുണ്ട്. അടുത്ത മാസം US-ൽ പുതിയ അധ്യയന വർഷം തുടങ്ങും. അവിടെ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുതിയൊരു വെല്ലുവിളി വന്നിരിക്കുകയാണ്. F, M, J എന്നീ വിസകളിൽ അപേക്ഷിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പൊതുവായി വെക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മാത്രമല്ല, വിസയുടെ കാലാവധി കഴിയുന്നതുവരെ പബ്ലിക്കായിട്ട് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വെക്കേണ്ടതുണ്ട്. ന്യൂഡൽഹിയിലെ US എംബസി ഒരു പ്രസ്താവനയിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. വിസ കിട്ടിയാലും സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. വിസ കിട്ടിയെന്ന് കരുതി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. വിസയുടെ കാലാവധി തീരുന്നതുവരെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാവും. ഇതൊരു പുതിയ കാര്യമല്ല. 2019 മുതൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നൽകണം. എന്നാൽ ഇപ്പോൾ അക്കൗണ്ടുകൾ പൊതുവായി വെക്കണം എന്ന് പറയുന്നത് കൂടുതൽ നിർബന്ധമാക്കുകയാണ്. 2023-24 വർഷത്തിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ്. ഏകദേശം 3.3 ലക്ഷം വിദ്യാർത്ഥികൾ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 2024 സാമ്പത്തിക വർഷത്തിൽ മാത്രം 4 ലക്ഷത്തിലധികം F1 വിസകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെയായിരിക്കും ഇത്തവണ വിസ നൽകുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.